ആഘോഷങ്ങൾ VM സൂപ്പർ വാല്യുവിന്റെ ആഘോഷ പദ്ധതിക്കൊപ്പം ആഴ്ചയിൽ വെറും 250 രൂപ വെച്ച് 48 ആഴ്ച അടയ്ക്കൂ. ആനുകൂല്യ ബോണസ് 1000 രൂപ ചേർത്ത 13000 രൂപയ്ക്ക് ഓണത്തിന് പർച്ചേസ് ചെയ്യൂ. കൂടാതെ വിഷു, പെരുന്നാൾ, ഈസ്റ്റർ, മറ്റ് നാട്ടുത്സവങ്ങൾക്കും ക്രെഡിറ്റായി പർച്ചേസ് ചെയ്യുവാനുള്ള അവസരവും. ഒപ്പം 10000 രൂപ വരെ ലാഭം ലഭിക്കാവുന്ന പ്ലാറ്റിനം കാർഡിന്റെയും 5000 രൂപ വരെ ലാഭം ലഭിക്കാവുന്ന ഗോൾഡൻ കാർഡിന്റെയും പ്രത്യേക പദ്ധതിയും ഒരുക്കിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ VM സൂപ്പർ വാല്യൂ സന്ദർശിക്കൂ. ഫോൺ 9447670162. ക്വാറികളിൽ നിന്നും അമിതഭാരം കയറ്റി പോകുന്ന ടോറസ് വാഹനങ്ങൾ തടഞ്ഞ പ്രതിഷേധവുമായി ചേലക്കര ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളും നാട്ടുകാരും രംഗത്ത്. അനിയന്ത്രിതമായ ക്വാറി ഖനനവും ക്വാറികളിൽ നിന്നുള്ള അമിതഭാരം കയറ്റിയ വാഹനങ്ങളും മൂലം ചേലക്കര വെങ്ങാനല്ലൂർ മേഖലയിൽ ജനജീവിതം ദുസ്സഹമായി തീർന്നിരിക്കുകയാണെന്ന് ആരോപിച്ചാണ് പ്രതിഷേധവുമായി ജനപ്രതിനിധികളും നാട്ടുകാരും ടോറസ് വാഹനങ്ങൾ തടഞ്ഞ മുന്നിട്ടിറങ്ങിയത്. ഭാരവാഹനങ്ങളുടെ നിരന്തരമായ സഞ്ചാരം മൂലമുണ്ടാകുന്ന രൂക്ഷമായ പൊടിശല്യവും അതിന് താൽക്കാലിക പരിഹാരമെന്നോണം നനയ്ക്കുന്ന വെള്ളവും യാത്രക്കാരെ ഒരുപോലെ ബുദ്ധിമുട്ടിലാഴ്ത്തുന്നുണ്ടെന്ന് വാർഡ് മെമ്പർ വിനോദ് പന്തലാടി പറഞ്ഞു. ഇന്ന് ഇവിടെ ഈ വെങ്ങാനല്ലൂർ മേഖലയിൽ ജനജീവിതം ദുസ്സഹമായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുസ്സഹമാണ്. ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഈ വെങ്ങാനല്ലൂർ മേഖലയിൽ. കാരണം അതിന് മാത്രം 3-4 കോറികൾ തുടർച്ചയായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയതോടെ ഒരാൾക്ക് പോലും റോഡിലേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു സ്ഥിതിയായി. ഈ റോഡ് മുഴുവൻ പൊടി, ഇവർ പൊടി ഒതുക്കാനാന്ന് പറഞ്ഞിട്ട് ഇവർ വെള്ളം നനയ്ക്കുന്നുണ്ട്. വെള്ളം നനച്ചു കഴിഞ്ഞാൽ ആ റോഡ് കൂടെ ഒരു 2 വീലറുകാർക്ക് പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. കാരണം 2 വീലറിൽ പോയ ഒരാൾ ഇവിടുന്ന് ചേലക്കര എത്തുമ്പോഴേക്കും അയാളുടെ ഡ്രസ്സ് മുഴുവൻ ചെളിയായിട്ടുണ്ടാവും ഈ നനവ് കാരണം. എന്നാൽ ഈ വെള്ളം ഒഴിക്കാതെ ഇരുന്നാലോ, ഇതിവിടെ നനയ്ക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ റോഡ് കൂടെ യാത്ര ചെയ്യാനും പറ്റില്ല. അതിനു മാത്രമുള്ള പുകയും പൊടിയും കാരണം ജനങ്ങളെയെല്ലാം പുച്ഛിച്ചുകൊണ്ടാണ് ക്വാറി ഉടമകൾ അമിതഭാരം കയറ്റിയ ടോറസ് വാഹനങ്ങൾ നിരത്തിലിറക്കുന്നതെന്നും അതിന് അറുതി വരുത്താനാണ് വാഹനങ്ങൾ തടഞ്ഞതെന്നും വിനോദ് പന്തലാടി കൂട്ടിച്ചേർത്തു. ഇതിനൊക്കെ ഒരു നിയമപരമായ രീതികളുണ്ട്. ഒരു ലോറിയിൽ എത്ര ലോഡ് കയറ്റാം, മറ്റേ എത്ര വീലിന്റെ വണ്ടി ഓടാം, ഈ റോഡിന്റെ ഒക്കെ ഒരു കപ്പാസിറ്റി ഉണ്ട്. ഇതൊക്കെ അവഗണിച്ചുകൊണ്ട് ജനങ്ങളെ തീർത്തും പുച്ഛിച്ചുകൊണ്ടാണ് ഈ കോറി ഉടമകളും ഈ ഡ്രൈവർമാരും ഈ വണ്ടിക്കാരും ഒക്കെ കൂടി ഇതിനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു അറുതി വരുത്തണം. അതിനു വേണ്ടിയിട്ടാണ് ഇന്നിപ്പോ ഇവിടെ വണ്ടികളെ തടഞ്ഞത്. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ ശബ്ദമുയർത്തുകയും സമരത്തിന് നേതൃത്വം നൽകുകയും ചെയ്ത വാർഡ് മെമ്പറെ കൊല്ലുമെന്ന് പറഞ്ഞ് ക്വാറി ഉടമകൾ ഭീഷണിപ്പെടുത്തിയതായും എന്നാൽ അത്തരം ഭീഷണിയിൽ പേടിച്ച് പിന്മാറാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനു മുമ്പ് ഇവിടെ ആ റോഡിന്റെ ശോച്യാവസ്ഥ കാരണം ആ റോഡിൽ ആകെ പൊടിയ ഇവര് നനയ്ക്കാതെ അതിനു വേണ്ടിയിട്ട് സമരം ചെയ്ത വണ്ടി തടഞ്ഞ വാർഡ് മെമ്പറെ ഇതാ നിൽക്കുന്നു. ഈ വാർഡ് മെമ്പറെ ഞങ്ങൾക്കിതൊരു വിഷയമല്ല, ഞങ്ങൾ വണ്ടി ബ്രേക്ക് പോയി എന്നുള്ളൊരു പരാതിയെ ഞങ്ങൾക്ക് വരും. കൂടി വന്ന 6 മാസം ഞങ്ങളുടെ ലൈസൻസ് സസ്പെൻഡ് ആവും. ആ മെമ്പർ ഇവിടെ ഉണ്ടാവില്ല, മെമ്പർ ഭൂമിയിൽ ഉണ്ടാവില്ല എന്നടക്കം പറഞ്ഞുള്ള ഭീഷണികളാണ്. അപ്പൊ ഇത്തരം ഭീഷണികളുടെ മുമ്പിലൊന്നും ഇപ്പൊ അതിന്റെ മുമ്പിലൊന്നും നമ്മൾ തളരാൻ പോകുന്നില്ല. പക്ഷെ ഇത്തരം കാര്യങ്ങൾക്ക് ഒരു അറുതി വരുത്തിയിട്ട് ഈ സമരം ഞങ്ങൾ അവസാനിപ്പിക്കുന്നുള്ളൂ. അവർ വരട്ടെ, ഇതിന്റെ ആൾക്കാർ വരട്ടെ, ഇതിന്റെ നിയമപരമായ രീതിയിൽ പോയാൽ മതി. ഒരു ലോറിയിൽ എത്ര ലോഡ് കയറ്റാൻ പറ്റും, ഒരു ദിവസം എത്ര വണ്ടിക്ക് പോകാൻ പറ്റും, എത്ര പാറ പൊട്ടിക്കാൻ പറ്റും, ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടായിട്ട് ഇന്ന് ഇവിടുന്ന് ഈ സമരം അവസാനിപ്പിക്കുന്നുള്ളൂ. വിഷയത്തിൽ നിയമാനുസൃതമായ നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്താതെ പ്രതിഷേധം അവസാനിപ്പിക്കാൻ തയ്യാറാവില്ലെന്നും വിനോദ് പന്തലാടി. ഇതുമായിട്ട് ഉത്തരവാദപ്പെട്ടവരാരെങ്കിലും ഇവിടെ വരണം, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. അതിനിപ്പോ തഹസിൽദാരാണെങ്കിൽ തഹസിൽദാർ, ഇനിയിപ്പോ അതിന്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥരാണെങ്കിൽ അവര്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയുന്ന ആരെങ്കിലും വരാതെ ഞങ്ങൾ ഈ പരിപാടി ഇപ്പൊ അവസാനിപ്പിക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ അത് ഇപ്പൊ മുതൽ ഇനി ഒരൊറ്റ വണ്ടി ഈ റോഡിൽ ഈ കല്ലുമായിട്ട് ഒരു കോറിയിലേക്കും പോവില്ല, കോറിയിൽ നിന്ന് ഒരു വണ്ടി പുറത്തേക്കും വരില്ല.
ഗുണമേന്മയേറിയ ഇന്റീരിയറുകളുടെ ഫാക്ടറി ഇപ്പോൾ ചേലക്കരയിൽ. എലഗന്റ് ആർട്ട് ഇന്റീരിയേഴ്സ്, മോഡുലാർ ഫർണിച്ചർ ആൻഡ് മോഡുലാർ കിച്ചൺ എന്നിവ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു നൽകുന്നു. പൂർണ്ണമായും ജർമ്മൻ സാങ്കേതിക വിദ്യയോടുകൂടിയുള്ള മെഷീനറികൾ, മിഷൻ ഓറിയന്റഡ് വർക്കുകൾ നിങ്ങൾക്കായി ചുരുങ്ങിയ ചിലവിൽ. പ്രസിംഗ്, ലാമിനേഷൻ, കട്ടിംഗ്, എഡ്ജ് ബാൻഡ്, മിനി ഫിക്സ് എന്നീ സൗകര്യങ്ങളും കൂടാതെ കസ്റ്റമൈസ്ഡ് ഫർണിച്ചേഴ്സ്, സോമിൽ, ഫർണിച്ചർ മാനുഫാക്ചറിംഗ്, ഇന്റീരിയർ വർക്ക് ചെയ്യുന്നവർക്കായി ജോബ് വർക്ക് തുടങ്ങിയവയും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഇന്റീരിയർ ചെയ്യുന്നവർക്ക് 3D ഡ്രോയിങ്ങും, ജോബ് വർക്ക് തരുന്നവർക്ക് കട്ടിംഗ് ലിസ്റ്റും പ്രൊഡക്ഷൻ ഡ്രോയിങ്ങും സൗജന്യമായി ചെയ്തു നൽകുന്നു. നിങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ കണ്ട് ഫീൽ ചെയ്യാൻ കഴിയുമെന്നത് എലഗന്റ് ആർട്ട് ഇന്റീരിയേഴ്സിന്റെ മാത്രം പ്രത്യേകത. എലഗന്റ് ആർട്ട് ഇന്റീരിയേഴ്സ്, മുഗാരിക്കുന്ന, ചേലക്കര. ഫോൺ 6282853606.